മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യ ഉത്സവത്തോടനുബന്ധിച്ച് മണ്ണാർശാല അമ്മയുടെ വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി. നാഗരാജാവിനും സർപ്പയക്ഷിക്കും പുണർദം വരെ മുഴുക്കാപ്പ് ചാർത്തും. നവംബർ 2 മുതൽ 4 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. പുണർദം നാളായ 2-ന് സന്ധ്യയ്ക്ക് ദീപകാഴ്ചയെ തുടർന്ന് നർത്തകി ഡോക്ടർ ജാനകി രംഗരാജൻ നടനാഞ്ജലി അവതരിപ്പിക്കും. പൂയന്നാളായ 3-ന് മണ്ണാർശാല അമ്മയുടെ വിശേഷാൽ പൂജകൾ പൂർത്തിയാകും. ചതുശത നിവേദ്യത്തോടെ അമ്മ നടത്തുന്ന ഉച്ചപൂജ ദർശനമാണ് പ്രധാനം. ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്കൂൾ മുറ്റത്ത് തയ്യാറാക്കിയ പന്തലിൽ രാവിലെ 11 മുതൽ 2 വരെ നടക്കുന്ന പൂയസദ്യയിൽ ഭക്തസഹസ്രം പങ്കെടുക്കും. മണ്ണാർശാല ആയില്യം എന്ന് പറയുമ്പോൾ അത് തുലാമാസത്തിലെ ആയില്യമാണ് വളരെയധികം കീർത്തി കേട്ടിട്ടുള്ളത്. ആ ആയില്യ മഹോത്സവം ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ സാഫല്യത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ ആയില്യം നവംബർ 4-ന് നടക്കുമ്പോൾ അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ നിന്ന് ഈ വർഷം ഭക്തജനങ്ങളുടെ ഒരു ആധിക്യം എല്ലാ വർഷവും കൂടിയാണ് വരുന്നത്. തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷവും നമ്മൾ ആഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആയില്യ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്ത് ആളുകൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് ദീപാലങ്കാരമൊരുക്കും. തുടർന്ന് അമ്മ ഇളമുറയിലെ അന്തർജനങ്ങൾക്കൊപ്പം ക്ഷേത്ര ദർശനം നടത്തും. രാത്രി 10-ന് നട അടയ്ക്കും. ആയില്യം ദിനമായ 4-ന് പുലർച്ചെ 3:30-ന് നട തുറക്കും. 6 മണിക്ക് കുടുംബകാരണവർ ആയില്യ പൂജ ആരംഭിക്കും. ആയില്യം നാളെ രാവിലെ 8 മുതൽ ഇല്ലത്ത് നിലവറയ്ക്ക് സമീപം അമ്മ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും. രാവിലെ 10 മുതൽ പ്രസാദമൂട്ട് ചടങ്ങ് നടക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബകാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തളത്തിൽ ആയില്യ പൂജയ്ക്കുള്ള നാഗപത്മക്കളം വരയ്ക്കും. തുടർന്ന് കുത്തുവിളക്കിലേക്ക് ദീപം പകരൽ, വിഗ്രഹ എഴുന്നള്ളിപ്പ്, വിഗ്രഹങ്ങളുമായുള്ള ക്ഷേത്ര പ്രദക്ഷിണം, 100 പാലം, സർപ്പബലി, ഗുരുതി എന്നിവയോടെ പൂജ പൂർത്തിയാകും.